പുലിയെ മടയിൽ പോയി നേരിടുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുലിയല്ല വ്യാജനെ സ്വന്തം മടയിൽ പോയി തന്നെ നേരിടുന്ന ഒരവസ്ഥയാണ്. മന്ത്രിയെ വഴി നടത്തില്ല, മന്ത്രിയെ രാജിവെപ്പിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് വ്യാജൻ്റെ 5 റീൽസ് ഡയലോഗുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിയേ, ആരോഗ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസമായി നിപ്പയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഹോൾട്ട് ചെയ്യുന്നുണ്ട്. എവിടെ? പാലക്കാട് ജില്ലയിൽ. അതായത് യൂത്ത് വ്യാജൻ MLA വായ്ക്കകത്ത് തന്നെ ആരോഗ്യമന്ത്രിയുണ്ട്. അവിടെ എങ്ങും ഒരു അനക്കവും ആവിയും കാണുന്നില്ലല്ലോ. എവിടെ പോയി നമ്മുടെ റീൽസ് വ്യാജൻ? റീൽസിലൂടെ വ്യാജത്തരവും റീൽസിലൂടെ ഷോയും കാണിച്ച് ഡയലോഗ് അടിച്ചിട്ട് അതുവഴി മുങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ചാനൽ ക്യാമറകൾ വേണം ഇവരുടെ പെർഫോമൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ആരോഗ്യമന്ത്രി ഇതാ ഞങ്ങൾ വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് ചാനൽ കോലുകൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് സ്വന്തം മണ്ഡലത്തിൽ അവർക്കെതിരെ അനങ്ങാൻ ഇതുവരെ യൂത്ത് വ്യാജന സംഘത്തിനും കഴിഞ്ഞിട്ടില്ല. പോലീസിന് പുറമെ ആരോഗ്യമന്ത്രിക്ക് അവിടെ DYFI പ്രതിരോധം തീർക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി വിപിൻ എന്ന DYFI നേതാവിൻ്റെ പോസ്റ്റും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങളിലും സഖാക്കൾ പ്രതികരിച്ചു. പോലീസിൻ്റെ വഴി നോക്കും, ഞങ്ങൾ ഞങ്ങളുടേതായ വഴി നോക്കും. അതിൻ്റെ അർത്ഥം വ്യാജന് കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ കിടന്ന് ഷോ കാണിക്കും പോലെ ഒരിക്കൽ ഡൽഹി പോയി ഷോ കാണിച്ച വ്യാജന് അനുഭവമുണ്ട്. മുതുകുളമായ ആ ദൃശ്യം ആരും മറന്നിട്ടുണ്ടാകില്ല. കേരളത്തിലെ പോലീസ് സമരങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്നത് കൊണ്ട് ക്യാമറകളെ കൊണ്ട് നിർത്തി ഞങ്ങൾ അവിടെ ആടിപ്പൊടിക്കും. അതിനോട് പോലീസുകാർ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഞങ്ങളുടെ കഴിവായിട്ടാണ് ഇവർ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ കിടന്ന് പലരും പട്ടി ഷോകൾ കാണിക്കുന്നത് അനുദിനം കാണുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസത്തെ ദൃശ്യത്തിൽ പോലും പുതിയൊരായമ്മ അടുത്ത ആഭ്യന്തരമന്ത്രിയാണ്, പോലീസുകാരെ ഇടുക്കിയിലേക്ക് അയക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം നമ്മൾ കാണുകയാണ്. പക്ഷേ പലയിടങ്ങളിലും സമര കോലാഹലങ്ങൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി നിലയുറപ്പിച്ചിരിക്കുന്ന ജില്ലയിൽ യൂത്ത് വ്യാജൻ ഉൾപ്പെടെയുള്ളവർ വാചകമടിയല്ലാതെ ഒരു ചെറുവിരൽ മന്ത്രിക്കെതിരെ അവിടെ അനക്കുന്നില്ല. അനക്കിയാൽ പിന്നെ ഉള്ളതെല്ലാം സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഡയലോഗടി പ്രവണത, മാധ്യമ കോലുകൾക്ക് മുന്നിൽ ആ പ്രവണത അങ്ങ് കാട്ടി മാധ്യമ കച്ചവടക്കാർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നതിനപ്പുറം റിയാലിറ്റി എടുത്ത് പരിശോധിച്ചാൽ ആരൊക്കെയാണോ തടയുമെന്ന് പ്രഖ്യാപിച്ചത്, ആരൊക്കെയാണ് അവർക്കെതിരെ വലിയ ശബ്ദമുയർത്തിയത്, അവരുടെ മുന്നിൽ അവരുടെ നാട്ടിൽ ആരോഗ്യമന്ത്രി അവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടങ്ങളിലൊന്നും നിപ്പിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചുവട് വയ്ക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് യഥാർത്ഥ യൂത്തന്മാർ, അത് മാത്രമാണ് യൂത്തന്മാർ. എന്നിട്ട് പുറത്ത് എവിടെയൊക്കെയാണോ ഷൂട്ടിംഗ് സ്പോട്ടുകൾ കിട്ടുന്നത്, 11 മണി വാർത്താ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ കുറെ സീൻ ഉണ്ടാക്കി കൊടുക്കുന്നു, സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും നടക്കുന്നില്ല. 2 ദിവസത്തിനകത്ത് ഈ കലാപരിപാടി അവസാനിക്കും. പിന്നീട് പുതിയ നാടകങ്ങൾ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാകുന്നതാണ്. എന്തായാലും ആരോഗ്യമന്ത്രി തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ നിൽക്കുന്നത്. കാര്യം വെല്ലുവിളിച്ചവൻ്റെ നാട്ടിൽ പോയി ഒരു പേടിയും ഭയവുമില്ലാതെ അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല മറുപടി ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്?